Johnny money, Johnny. Sorry. You are my gunning money. Johnny money, Johnny. Why you want plenty money? മലയാളത്തിന്റെ സ്വന്തം താരപുത്രൻ സാറിയായി ശൈസിയായി നാടുവായി മലയാളികളെ എന്നും കൊതിപ്പിച്ച ഇത് അഭിമാനത്തിന്റെ നിമിഷം. ശരിക്കും ഇപ്പൊ ഞാൻ കാണുന്നത് കുറെ ഫോൺ എല്ലാവരും പൊക്കിപ്പിടിച്ചോണ്ടിരിക്കും അല്ലെ. ആയിരക്കണക്കിന് ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി മിന്നി തെളിയുകയാണ് ഈ താരനക്ഷത്രത്തിന്റെ മുഖത്തേക്ക്. ബഹ്റൈൻ മലയാളികളോട് എന്താണ് പറയാനുള്ളത്? 6 വയസ്സുള്ളപ്പോൾ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ പറയാൻ എവിടെയാണ് എല്ലാവരും ഞാൻ വളരെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സ്റ്റേറ്റ് ഷോസിന് GCC വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ കുട്ടികളെപ്പോഴും കൂടുന്നതായിരുന്നു. സോ അങ്ങനത്തെ കുറെ ഓർമ്മകൾ എനിക്ക് ശിവാരി ഗോവ കുറെ അപ്പൊ അത് കഴിഞ്ഞ് എന്നെ ഇപ്പോൾ ഞാനൊരു ആക്ടർ ആയതിനു ശേഷം എന്നെ ക്ഷണിച്ച് ഞാനിവിടെ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നിങ്ങളെല്ലാവരെയും സേവമാണ്, എല്ലാവരെയും ബ്ലെസ്സിങ്സ് ആണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഞാനൊരു സ്റ്റേജിൽ വരുമെന്നോ അല്ലെങ്കിൽ ഞാനെപ്പോഴും ഇങ്ങനെ ഫാമിലിയോടൊപ്പം വരുമ്പോണ്ടാവും എൻ്റെ പാർട്ട്നറിനെയും ബാക്കി കോളേജിൽ എല്ലാവരെയും പെർഫോമൻസ് കണ്ടോളും. സോ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിന് നിലേശ്വരും ഫുൾ ടീം എല്ലാവരോടും നന്ദി. ദുൽഖർ തന്നെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ് എന്ന് മലയാള സിനിമയിൽ പറഞ്ഞ ആളാണ്. അതായത് ദുൽഖർ പേരിലേക്ക് എന്തോ ചോദിക്കാനുണ്ട്. എന്തുപറ്റി ആ ഇന്റർവ്യൂവിനെ കുറിച്ച് തന്നെയാണ് പേരിലേക്ക് ചോദിക്കാറുള്ളത്. റിയാക്ഷൻ പള്ളികൾ കുറച്ച് പാവം തോന്നി. ഒരു സിനിമ കൂട്ടി പെട്ട പോലെയാണ് രണ്ടുപേരും ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടേ ഇല്ല. സോ വൈ തമിഴിലൊക്കെ പോയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു? അവിടെ അവർ ആദ്യമേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. ശരിക്കും ഞാൻ ടി വിയിൽ വരാത്തതുകൊണ്ടാണ് ഇവിടെ പിന്നെയും ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോഴും നിങ്ങളോട് ഡയറക്റ്റായിട്ട് ഈവൻ ഞാൻ